തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചനപ്രഭയിൽ ഉണരാം, പുതുതാകാം, പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത, പ്രകാശനായ പ്രകാശിത. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. സ്തുതികൾ പാടിടാം, താണുവണങ്ങിടാം. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. ക്രിസ്തീയ ഗാന രചയിതാക്കളുടെ ഇടയിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു പേരാണ് PD ജോൺ എന്നുള്ള നാമം. മാരാമൺ കൺവെൻഷനു വേണ്ടി അനേക ഗാനങ്ങൾ രചിച്ചു എന്ന് മാത്രമല്ല, മാർത്തോമ യുവജന സഖ്യത്തിൽ ഏതാണ്ട് 35 വർഷത്തോളം അദ്ദേഹം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിച്ച് അനേകരെ ഗാനങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട PD ജോൺ സാറ് അദ്ദേഹത്തിൻ്റെ ഗാനരചനയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ നമ്മോടൊത്ത് പങ്കിടുവാൻ തക്കവണ്ണം ഇന്ന് നമ്മുടെ മധ്യേ ഉള്ളതോർത്ത് അദ്ദേഹത്തോടുള്ള സന്തോഷം നമ്മൾ അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡിലേക്ക് ബഹുമാനപ്പെട്ട PD ജോൺ സാറിനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥന എന്നുള്ള വിഷയമാണോ കൂടുതലും സാറിനെ ഈ പാട്ടുകൾ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്, അതോ മറ്റേതെങ്കിലും തീമിനെ ബേസ് ചെയ്ത് പാട്ടുകൾ എഴുതിയത് ഏതെങ്കിലും ഒന്ന് ഓർമ്മയിൽ വരുന്നുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഏതെങ്കിലും നമ്മൾ പ്രാർത്ഥന ഈ മാരാമൺ കൺവെൻഷനുകൾ വിഷയം അടിസ്ഥാനമാക്കി ചില പാട്ടുകളൊക്കെ ഇല്ലാതായിപ്പോവും. ഒരിക്കലും ഈ ഉണർവിൻ്റെ ശതാബ്ദി ഇങ്ങനെ കൊണ്ടാടുന്ന ഒരു കാലം, ഒരു വർഷമായിരുന്നു. കല്ലിശ്ശേരി കടവിൽ മാളികയുടെ ഓർമ്മയും അതുപോലെ തന്നെ അന്നത്തെ ഉണർവിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം. അത് ശതാബ്ദി കൊണ്ടാടുന്ന സമയം മാരാമൺ കൺവെൻഷൻ്റെ പുസ്തകത്തിലും അതുപോലൊരു പാട്ട് ചേർക്കണം എന്നുള്ള ആഗ്രഹം പലരും പ്രകടിപ്പിച്ചു. പക്ഷേ ഞാനത്ര കാര്യമാക്കിയില്ല. പാട്ടുപുസ്തകം അടിക്കാനെല്ലാം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞ് കെ പി ഫിലിപ്പച്ചൻ ഓഫീസിലേക്ക് കയറി വന്ന് എന്നോട് പറഞ്ഞു, ജോണിയെ
ഉണർവിൻ്റെ ശതാബ്ദിയെക്കുറിച്ച് നമ്മളൊരു പാട്ട് വേണമെന്ന് അഭിപ്രായപ്പെട്ടു. പാടി അത് എഴുതിയില്ലല്ലോ. പാട്ടുപുസ്തകം അടിച്ച് തീരാറായി, ഒരു പേജ് കൂടെ ഉള്ളു. ഇതൊന്ന് നോക്കാമോ? ഇന്ന് തന്നെ കൊടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു തുണ്ട് കടലാസും പേനായും കയ്യിലെടുത്തു. അവിടെ പ്രസ്സിലേക്ക് കമ്പോസ് ചെയ്യുന്നവൻ്റെ അടുത്ത് ചെന്നപ്പം ആ പാട്ട് തീർന്നതാ. ഉണർവിൻ കാറ്റ് ഉണർവിൻ കാറ്റ് വീശുക ഈ സഭമേ, ലോകത്തിൻ ജീവൻ പ്രാപ്യമതാകാൻ വീണ്ടും നീ വീശണമേ. ആ പാട്ട് ഏതാനും നടന്നുകൊണ്ട് എഴുതിയൊരു പാട്ടാണ്. പ്രസിച്ചെന്നപ്പോൾ ആ പാട്ട് തീർന്നു, അവിടെ കൊടുത്തു. അത് വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അനേകർക്കത് വളരെ പ്രയോജനപ്രദമായി തീർന്നിട്ടുള്ളൊരു പാട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ നീയൻ പക്ഷം മതി എന്നും പറഞ്ഞുകൊണ്ടൊരു പാട്ട് സാർ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീയൻ പക്ഷം മതി, അതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ ആ പാട്ടിനെക്കുറിച്ച്? അതെ, അത് ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ ഒരു പോയിൻ്റ് ഇങ്ങനെ വന്നു. നമ്മൾ കർത്താവിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കുക, എന്നാൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശയം പലപ്പോഴും നാം ചിന്തിക്കുന്നില്ല. നാം സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തോട് ചോദിച്ച് കർത്താവെ തരണേ എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആശയം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്നില്ല. അതുകൊണ്ട് അത് നല്ലൊരു ആശയം. നമ്മുടെ കൂടെ എപ്പോഴും കർത്താവുണ്ട്. അത് കേട്ടോടനെ ഞാൻ കുറിച്ചിട്ടത് അന്ന് എഴുതിയതാണ്. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി. ഈ പാട്ട് നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി, ലോകജീവിതേ അനന്യനായി നീ മതി, ലോകജീവിതേ അനന്യനായി നീ മതി. കാറ്റിൽ അലയുന്ന തോണി, അലയുന്ന കാറ്റിൽ അലയുന്ന തോണി, ബലഹീനനായി ഞാൻ കരയുന്ന നേരം ബലമേറും നിൻ കരങ്ങൾ എന്നെ താങ്ങിടേണമേ, ബലമേറും നിൻ കരങ്ങൾ എന്നെ താങ്ങിടേണമേ. ഈ സാധാരണ ഇപ്പോൾ സാർ പറഞ്ഞതൊക്കെ ഓരോരുത്തരും പ്രേരിപ്പിച്ചെഴുതിയ പാട്ടുകളെന്ന്, അതായത് ഇന്ന ഒക്കേഷൻ അനുസരിച്ച് നമുക്കൊരു പാട്ട് വേണം, അങ്ങനെ സാറിനോട് പറയുമ്പോൾ പെട്ടെന്നിരുന്നൊരു പാട്ട് എഴുതി കൊടുക്കും. അങ്ങനെ ആരും പ്രേരിപ്പിക്കാതെ തന്നെ ഇരുന്ന് ഒരാവശ്യബോധത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാട്ട് എഴുതിയിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ഒരു പാട്ട് എഴുതി. അധികം പ്രചാരം വന്നില്ല, പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പാടിയതാണ്. മലബാറിലൊരു കൺവെൻഷന് വേണ്ടി ക്ഷണിച്ചു. അവിടെ പോകാനായിട്ട് ഞാൻ ഇറങ്ങി. അന്ന് ഈ ക്രിസ്തീയ വേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് മലബാർ വരെ പോകാനുള്ള പൈസ ഒന്നും കിട്ടി വരത്തില്ല. ഏതായാലും ചെല്ലാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറുകച്ചാലിൽ ചെന്നപ്പം അവിടെ ഡോക്ടർ ചെറിയ എന്നെ അദ്ദേഹത്തിൻ്റെ ആശുപത്രി റോഡ് സൈഡിലാണ്, അവിടെ നിന്ന് ഇങ്ങനെ മാടി വിളിച്ചു. ജോണി എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മലബാറിലൊരു കൺവെൻഷൻ ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് കയറി വന്നേ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ടീമായിട്ട് വന്നപ്പം അദ്ദേഹത്തിൻ്റെ മുറ്റത്തൊരു വലിയ കൺവെൻഷനൊക്കെ നടത്തിയതാണ്. ജോണിക്കൊന്നും തന്നില്ല. ഞാൻ ഒരു ചെറിയ സംഭാവന തരാമെന്നും പറഞ്ഞ് 50 രൂപ, അന്നത്തെ 50 രൂപ ഒരു വലിയ തുകയാണ്. 50 രൂപ തന്നു. ഞാൻ അറിയാതെ ഇറങ്ങിപ്പോരുകയും പാടുകയുമാണ്. ശോകാകുലനായി വരുന്നു ഞാൻ നിൻ ജീവിതഭാരവുമായി, കാരുണ്യത്തിൻ കലവറയാം നിൻ പാതേ ചേർന്നിടുവാൻ, പാതേ ചേർന്നിടുവാൻ. വന്തിരേറി എന്നുടെ നൗക ആഴിയിൽ മുങ്ങുവതായി, നിൻകനിവേകി എന്നുടെ നൗക തീരമണച്ചിടുക. ശോകാകുലനായി വരുന്നു ഞാനൻ ജീവിതഭാരവുമായി, കാരുണ്യത്തിൻ കലവറയാം നിൻ പാതേ ചേർന്നിടുവാൻ, പാതേ ചേർന്നിടുവാൻ. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, അനുഭവത്തിലൂടെ പാടുന്ന പാട്ടുകൾ അതേറ്റവും സന്തോഷമാണ്, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. പക്ഷേ എന്നെ അധികം പാട്ട് എഴുതാൻ പ്രേരിപ്പിച്ചത് മാരാമൺ കൺവെൻഷനാണ്. ഇന്ന ആശയത്തിന് എഴുതുക
എന്നെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ പ്രയോജനപ്പെടും എന്നുള്ളതാണ്. അനുഭവത്തിലൂടെ പാടുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. അതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കും. എന്നാൽ അധികം അനുഭവത്തിലൂടെ പാടിയിട്ടുള്ള പാട്ടുകളല്ല, പ്രേരിപ്പിച്ചിട്ടുള്ള പാട്ടുകളാണ്. ഈ സുവിശേഷ ഘോഷണത്തെക്കുറിച്ച് സാർ ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സുവിശേഷ ഘോഷണം എന്നുള്ള പേരിൽ തന്നെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടോ? സുവിശേഷ ഘോഷണം സുതനേശു ശാസനം. ഞാൻ വർഷങ്ങളായതുകൊണ്ട് എല്ലാം ഓർമ്മയെ തങ്ങി നിൽക്കുന്നില്ല, നോക്കാതെ പാടാൻ പ്രയാസമാണ്. അതുകൊണ്ട് സുവിശേഷ ഘോഷണം എന്നുള്ള പാട്ട് നന്നായിട്ട് അന്നൊരു വിപ്ലവ ചുവയുള്ള ഒരു രാഗമാണ് അതിനടുത്ത്. അതുകൊണ്ട് ഒത്തിരി നാളത് മാരാവണ്ണം പാടിയിട്ടുണ്ട്. അതുപോലെ സാറേ, എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് യാഹേ നീയൻ ദൈവം എന്നുള്ള ഒരു പാട്ട്. അത് എഴുതാനുണ്ടായ പശ്ചാത്തലം എന്താണെന്നൊന്ന് പറയാമോ? യാഹേ നീയൻ ദൈവം. എം ഇ ചെറിയാച്ചൻ വളരെ ഒരുപാട് ക്രിസ്തീയ പാട്ടുകൾ എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. എം ഇ ചെറിയാച്ചന് യാഹേ നീയൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ എന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ആർക്കും പ്രാപ്യമല്ല, അതധികം പ്രചാരമാകുന്നില്ല. എന്നാൽ നല്ല ആശയമാണ്. എന്നാൽ ആ പാട്ടിൻ്റെ തുടക്കത്തിൽ ഞാനൊരു പാട്ട് എഴുതിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതി. എം ഇ ചെറിയാച്ചൻ എഴുതിയ പാട്ട് നന്നായിരിക്കും, പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ട്യൂണ്. എന്നാൽ കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിൽ കയറത്തക്കവണ്ണം ആ ഒരു ആശയത്തിലൊരു പാട്ട് എഴുതാമെന്ന് വിചാരിച്ച് എഴുതിയതാണ്. യാഹേ നീ എൻ ദൈവം, നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിന്തിരു സന്നിധിയിൽ, നിന്നെ ആരാധിപ്പാൻ വരുന്നു ഞങ്ങൾ നിന്തിരു സന്നിധിയിൽ. കുരികിലും മീവലും ഒരു വീടും കൂടും കണ്ടതുപോൽ യാഗേ നിൻ യാഗപീഠമതിൽ അഭയമരുളു അനുഗ്രഹിക്കൂ യാഗേ നീ എൻ ദൈവം. ഈ പാട്ടിന് ഒരു പ്രത്യേക ഒരു സമ്മാനവും കിട്ടിയതാണ്. അബുദാബിക്കാരെ ഏറ്റവും നല്ല പാട്ടിന് ഓരോ വർഷം ഇറങ്ങുന്ന നല്ല പാട്ടിന് സമ്മാനം കൊടുക്കാൻ. ആ വർഷം ഈ പാട്ട് എഴുതിയ വർഷം അവിടുന്ന് അവരെ DSM-ലേക്ക് അയച്ചു കൊടുത്ത് ഈ പാട്ട് എഴുതിയ ആർക്കോ ആ സമ്മാനം അദ്ദേഹത്തിന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ് യാഹേ നീ എൻ ദൈവം. ആ പാട്ട് അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. ഈ കാണുക നീ കാരുണ്യവാനെ എന്നുള്ളൊരു പാട്ടും അത് ഞാൻ സാർ എഴുതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാണുക നീ കാരുണ്യവാനെ എന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാമോ? ഞാൻ ഈ ട്യൂൺ ചെയ്യുന്നതിന് മുമ്പേ പല പാരഡികളാണ് എഴുതിക്കൊണ്ടിരുന്നത്. പാരഡി ഗാനങ്ങളൊക്കെ എഴുതുമായിരുന്നു. ഒരുപാട് ഗാനങ്ങൾ എഴുതി. എന്തിനും നല്ലൊരു സിനിമാ പാട്ട് വരുമ്പം അത് കൊള്ളാമല്ലോ, ക്രിസ്തീയ പാട്ട് ആക്കാൻ കൊള്ളാവുന്ന സിനിമാ പാട്ടാണല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി ഇപ്പം ഒരു കാലഘട്ടത്തിൽ അങ്ങനെ എഴുതി. അതിൻ്റെ ശേഷം ഞാൻ തന്നെ ഒരു ട്യൂൺ ചെയ്തൊരു പാട്ട് എഴുതി നോക്കാം. ഞാൻ ഓർഗൻ എടുത്ത് വെച്ച് കൊട്ടിയപ്പം വന്ന ഒരു ട്യൂണാണ്. ആ ട്യൂണ് നമുക്ക് കാണുക നീ കാരുണ്യവാന്. പാട്ടുകൾ ഒരുപാട് പാടി അതിന് മുമ്പേ. പക്ഷേ അതിന് മുമ്പ് എഴുതിയിട്ടുള്ള പാട്ടുകൾ
എല്ലാം ഒരു പാരഡി സ്റ്റൈലൊക്കെ ആയിരുന്നു. ഇത് ഞാൻ തന്നെ ട്യൂൺ ആദ്യമായിട്ട് ട്യൂൺ ചെയ്ത് പാടിയ ഒരു പാട്ടാണ്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ മറ്റു പാട്ടുകളൊന്നും എടുത്തിട്ടില്ല. ഒരു 150 പാട്ടുകളും സ്വന്തമായിട്ടുള്ള ട്യൂണാണ്. കാണുക നീ കാരുണ്യവാനെ കുരിശതിൻ കാൽവറിയിൽ കേണു കണ്ണീർ തൂകുന്നു നോക്കൂ കാൽവറി മേടുകളിൽ കേണു കണ്ണീർ തൂകുന്നു നോക്കൂ കാൽവറി മേടുകളിൽ എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം പാപികളാം നരരിൽ നൊന്തു നൊന്തു ചങ്കുടഞ്ഞു പ്രാണൻ വെടിയുകയാ നൊന്തു നൊന്തു ചങ്കുടഞ്ഞു പ്രാണൻ വെടിയുകയാ. ഇപ്പം ആകെ ഒരു എത്ര പാട്ടുകൾ ഇതിനോടകം രചിച്ചിട്ടുണ്ടെന്ന് വല്ല ഓർമ്മയുമുണ്ടോ? എല്ലാവരും എന്നെ വളരെ കുറ്റപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഞാൻ അന്ന് പണ്ടൊക്കെ എഴുതിയ ഉടനെ അതിൻ്റെ എഴുതുന്ന ആ കോപ്പി തന്നെ മാരാമൺ അച്ചടിക്കാനങ്ങ് കൊടുക്കും. പിന്നെ മാരാമൺ കൺഷൻ ഗീതത്തിൽ വരും. പിന്നെ ചില അലസ മനോഭാവമാണ്, അത് അച്ഛനറിയാമല്ലോ. പിന്നെ ഞാൻ ആ പാട്ടിനെ കുറിച്ച് ചിന്തിക്കാറില്ല. നോട്ട് ഇത് ഞാൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞ് ഒരു നോട്ടും ചെയ്യാറില്ല. അങ്ങനെ പാട്ടങ്ങ് പോകും. അത് കാരണം ഇതെല്ലാം കൂടെ പിടിച്ചെടുത്ത് ഒരുമിച്ച് ഞാൻ എഴുതിയ പാട്ട് ഇന്നത് എന്നെന്നും പറഞ്ഞ് ഞാൻ ഇതേവരെ കുറിച്ച് ഇട്ടിട്ടില്ല. എന്നാലും ഒരു ഏകദേശം ഒരു എത്ര പാട്ട് എഴുതി കാണുമെന്നൊരു ആശയമുണ്ടോ? ഞാൻ ഒരു 10 വർഷത്തിന് മുമ്പേ ഓർമ്മയിൽ വെച്ചൊരു 100 പാട്ട് എടുത്തു. അത് കഴിഞ്ഞും പിന്നെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എന്നാലും ഏതായാലും 250 കുറയാതെ ക്രിസ്തീയ ഗാനങ്ങൾ ഇന്ന് സംഭാവന ചെയ്തതായ ഒരു വ്യക്തിയാണ് മിസ്റ്റർ പി ഡി ജോൺ അല്ലേ? ഏതെങ്കിലും ക്ലാസിക് പാട്ടുകൾ, ക്ലാസിക് മ്യൂസിക് ഏതെങ്കിലും ആ രീതിയിൽ രചിച്ചിട്ടുണ്ടോ? ഓരോ കോണറിൽ പോയി പ്രസംഗിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ഓണവാരവേല. അതെ അതെ. ഈ ഓണവാരവേലയ്ക്ക് പാടാനൊരു പാട്ട് ഞാൻ തയ്യാറാക്കി എഴുതി. എന്നാൽ ഈ ഹൈന്ദവർക്കൊക്കെ രസിക്കുന്ന ഒരു അർത്ഥശാസ്ത്ര സംഗീത പാട്ടേ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി. ഞാൻ തന്നെ പാടിയിട്ടുണ്ട്. മകനേ എൻ മകനേ നിൻ മലിനതയകലാൻ മനമെനിക്കേകൂ മകനേ എൻ മകനേ ഉന്നത മഹിമകൾ കൈവെടിഞ്ഞു ഞാൻ മന്നിതിൽ നിനക്കായി വന്നു പിറന്നു ഉന്നത മഹിമകൾ കൈവെടിഞ്ഞു ഞാൻ മന്നിതിൽ നിനക്കായി വന്നു പിറന്നു എന്നുയിർ വെടിഞ്ഞേ എന്നുയിർ വെടിഞ്ഞേൻ നിന്നുയർവിനായി വിണ്ണുലകിൽ ഞാൻ പാടിടുവാനായി മകനേ എൻ മകനേ. ഒരു പാട്ടാണ്. അപ്പോൾ ക്ലാസിക്കലായിട്ടുള്ള ഇതുപോലുള്ള പാട്ടുകളും രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാരാമണ്ണിൽ 3-4 പാട്ടുകൾ വന്നിട്ടുണ്ട്. ഈ ഇത്രയും നാളത്തെ പാട്ടിൻ്റെ രചനയിൽ ഏറ്റവും സംതൃപ്തി ഉണ്ടാക്കിയ ഒരു പാട്ട്, എല്ലാ പാട്ടിനും അതിൻ്റേതായ ഒരു സംതൃപ്തിയുണ്ട്, അതിൻ്റേതായ പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് സംതൃപ്തി തന്ന ഒരു പാട്ട് ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ ഏതായിരിക്കും ആ പാട്ട്? അത് സംശയമില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നുള്ള ആ പാട്ട്. കാരണം അതിൻ്റെ എഴുതിയ ടൈമും ആത്മാവിൻ്റെ പ്രചോദനവും അതിൻ്റെ വാക്കുകളും എല്ലാം കൂടി ഒറ്റ മണിക്കൂറിൽ വന്നപ്പോൾ നിശ്ചയമായിട്ടും ദൈവം തന്നതാണ്. ആ ദൈവം തന്ന പാട്ടിനെ ഞാൻ മാനിക്കുന്നു. അപ്പോൾ പല ആളുകളും പ്രചോദനം തന്ന് സാറ് പാടിയിട്ടുണ്ട്, ആവശ്യമനുസരിച്ച് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വഴിയെ നടന്നു പോകുമ്പോൾ പാട്ടുകൾ കുറിച്ചിട്ടിട്ടുണ്ട്, ദൈവം നടത്തിയ വഴികളെ ഓർത്ത് പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. മലബാറിന് പോകുവാനായിട്ട് പൈസ ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ വിളിച്ച് നമ്മുടെ കയ്യിൽ 50 രൂപ തന്നപ്പോൾ അവിടെ ഉടലെടുത്ത ഒരു പാട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ജീവിത അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ഗാനങ്ങളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ
അത് ഇന്നും എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നത്. ഈ പാട്ടുകൾക്ക് ഒരിക്കലും മരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടുകളെ പോലെ എന്നും ജീവിക്കുന്ന പാട്ടുകളാണ് ബഹുമാനപ്പെട്ട പി.ഡി. ജോൺ സാറിലൂടെ ഈ സമൂഹത്തിന് ലഭിച്ചിരിക്കുന്നതെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടുകളിൽ സാറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണെന്ന് പറയാമോ? കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നിനും വെച്ച എല്ലാം ഒരമ്മ വെച്ച മക്കളെ പോലെ ഒന്നിനെയും മാറ്റി നിർത്താനൊക്കത്തില്ല. അതുപോലെ കൊച്ചുകുഞ്ഞ് ഉപദേശിക്ക് മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഉപദേശിക്ക് ട്യൂൺ ചെയ്യാൻ അറിയാൻ വയ്യ. പക്ഷേ ഒരു 10-12 ട്യൂണ് മാത്രമേ ഉപദേശിക്കുള്ളൂ. ആ ട്യൂണുകളിൽ ഒരു 5-10 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് ആ പാട്ടുകളൊന്നും ആ ട്യൂണ് തന്നെയാണ് ഈ പാട്ടെന്ന് പറഞ്ഞാലും ആരും സമ്മതിക്കത്തില്ല. ആ ട്യൂണ് തന്നെയാണെങ്കിലും അതിനേക്കാൾ നല്ലതാണ് ഈ പാട്ട്. ആ ട്യൂണിന് പകരം മൂന്നാമതൊരു പാട്ട് എഴുതുമ്പോഴും അതിനേക്കാൾ നല്ലതാണ് ആ പാട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പദങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചിറങ്ങുന്ന പദങ്ങൾ കൊണ്ട് മനുഷ്യനെ പിടിച്ചടക്കുന്ന ഒരു ശൈലിയാണ് കൊച്ചുകുഞ്ഞ് ഉപദേശികൾ. അതിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് സാറിനൊന്ന് പറയാമോ ഏതാണെന്നുള്ളത്? നിസ്സഹായാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പം എന്തെങ്കിലും മനപ്രയാസമൊക്കെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പല വരികൾ ഉരുവിടാറുണ്ട്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിയിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. അത്ര മനോഹരമാണ്. അതിൻ്റെ അത് സാഹിത്യമില്ല, ഒന്നുമില്ല. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലേക്ക് തുളച്ചു കയറി അനുഭവങ്ങൾ. അതുകൊണ്ട് കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ശൈലി, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറും, എന്നും പ്രയോജനപ്പെടുന്ന പാട്ടുകളാണ്. അങ്ങനെയുള്ള പാട്ടുകളും സാർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് സാറ് രചിച്ചിട്ടുള്ള ഏതെങ്കിലും ഗാനങ്ങളുടെ ഒരു 2 ലൈൻ ഒന്ന് പാടാം. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഒടുവിലായിട്ട് രചിച്ചിട്ടുള്ള പാട്ടുകൾ. ഒരു മൺചിരാതായി ശ്രീ കോവില നിൻപിൽ ഇരുളിൻ മറ നീക്കാൻ കാത്തിരിപ്പൂ. ഒരു മൺചിരാതായി ശ്രീ കോവില നിൻ മുൻപിൽ ഇരുളിൻ മറ നീക്കാൻ കാത്തിരിപ്പൂ. കരുണാർദ്രദേശാനിൻ പരമാത്മ തൈലമൻ തിരിയിൽ നനയ്ക്കേണേ ദീപ്തിയേകാൻ. കരുണാർദ്രദേവാനിൻ പരമാത്മ തൈലമൻ തിരിയിൽ നനയ്ക്കേണേ ദീപ്തിയേകാൻ. ഒരു മൺചിരാതായി ശ്രീകോവില നിൻ മുൻപിൽ ഇരുളിൻ മറ നീക്കാൻ കാത്തിരിപ്പൂ. കരുണാർദ്രദേവാനിൻ പരമാത്മ തൈലമൻ തിരിയിൽ നനയ്ക്കേണേ ദീപ്തിയേകാൻ. ഈയിടെയായിട്ട് ഈ മൺചിരാത എന്നുള്ളത് നമ്മുടെ മനുഷ്യനെക്കുറിച്ച് സങ്കല്പിക്കുന്ന പാട്ടുകൾ ചിലതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ ആശയം വെച്ച് ഞാനും ഒരു പാട്ട് എഴുതി നോക്കിയതാണ്. അതെങ്ങും പ്രസിദ്ധീകരിച്ചിട്ടില്ല, നോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഞാനത്. ഒരു മൺചിരാതായി ശ്രീകോവില നിൻ മുൻപിൽ ഇരുളിൻ മറ നീക്കാൻ കാത്തിരിപ്പു. പരമാർദ്രദേവാനിൻ പരമാത്മ തൈലമൻ തിരിയിൽ നനയ്ക്കണേ ദീപ്തിയേകാനെന്ന് പറഞ്ഞൊരു പാട്ട്. ക്രിസ്തീയ മേഖലയിൽ അല്ലെ ക്രിസ്തീയ സമൂഹത്തിൽ ആത്മീയമായ പ്രചോദനവും ആത്മീയമായ വളർച്ചയും മനുഷ്യർക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഒരുപാട് ഗാനങ്ങൾ ബഹുമാനപ്പെട്ട പി.ഡി. ജോൺ സാറിലൂടെ ദൈവം സമൂഹത്തിന് കൊടുത്തു. സാറിന് ലഭിച്ച ഈ ഒരു വലിയ കഴിവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരുവാൻ, അവരുടെ ആത്മീയ വർധനവിന് മുഖാന്തരമായി തീരുവാൻ സാറിൽ നിന്ന് പുതിയ പാട്ടുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് സംബന്ധിച്ചതിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം.